ഹായ് ഓൾ, ഇത് ആദിത്യ ആർച്ചി ആരോമൽ. ആർച്ചി എന്ന എൻ്റെയും ആരോമലിൻ്റെയും ഏകപുത്രനാണ് ആദിത്യ. അവനെ ഞങ്ങൾ ലക്കി എന്നാണ് വിളിക്കുന്നത്. 2023 ജൂൺ 14 ലക്കി ജനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ലക്കിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഒരു ചെറിയ വീഡിയോ ആണ്. പുനലൂരിൽ തന്നെയുള്ള ഹോട്ടൽ കുമാർ പാലസിൽ വെച്ച് നമ്മളുടെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്തിട്ടുള്ള ഒരു ചെറിയ ഫംഗ്ഷനായിരുന്നു. ആരോമലിപ്പോൾ വർക്ക് ചെയ്യുന്ന അബുദാബിയിലായതുകൊണ്ട് ബർത്ത്ഡേയുടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തത് ഞാൻ തന്നെ ആയിരുന്നു. യൂഷ്വലി കാണുന്ന ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഒക്കെ കേക്കിൽ നിന്ന് വ്യത്യസ്തമായൊരു കേക്കായിരുന്നു. അതും സ്റ്റേജ് ഡെക്കറേഷനും കൂടി എൻ്റെ അച്ഛൻ്റെ പഴയ ഒരു സ്റ്റുഡൻ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ളത് നമ്മുടെ അടുത്ത സുഹൃത്തായ ഷാഫി പുനലൂരാണ്. ആങ്കറിങ്ങിന് പ്രത്യേകം പുറത്തുനിന്ന് ആളുണ്ടായിരുന്നില്ല. ഇതെൻ്റെ ചേച്ചിയാണ്, അപ്പച്ചിയുടെ മോൾ, അധ്യാപികയാണ്. ഇത് ആരോമലിൻ്റെ പപ്പയാണ്. അപ്പോൾ അവര് 2 പെൺകുഞ്ഞുങ്ങള്, കുഞ്ഞാച്ചയ്ക്ക് ഒരു പെൺകുഞ്ഞ്. അപ്പൊ ആ കുടുംബത്തിലുണ്ടായ ഒരു ആൺകുട്ടിയാണ്. അപ്പൊ അതിനൊരു വാത്സല്യം കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഡുണ്ടുവിനോട്, ഇല്ലയോ? ഇതാണ് എൻ്റെ അച്ഛൻ. ഈ കഥ പോലെ കാര്യം പറയുന്നത് പകൽ രാത്രി അത്ര നല്ല 2 സ്വഭാവമുള്ള കുഞ്ഞുങ്ങളാണ്. അവർ ഭാവിയിൽ ഇതേ നല്ല സ്വഭാവം കാഴ്ചവെച്ച് എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും അമ്മ എന്ന നിലയിലും ഇത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫാണ് 5 കുഞ്ഞമ്മ, അധ്യാപികയാണ്. കുറച്ചുകൂടി മെച്ചൂറായി. എൻ്റെ ഭാര്യ കുറേയൊക്കെ മെച്ചൂരിറ്റിയൊന്നും ഇല്ലായിരുന്നു. കാണിക്കും, 1-2 വഴക്കുണ്ടാക്കും. പക്ഷേ ഇപ്പോൾ നല്ലൊരു ക്ഷമ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാം, എങ്ങനെ കെയർ ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഇപ്പോൾ നല്ലൊരു പഠിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല എങ്ങനെ മോൻ പഠിപ്പിച്ചതായിട്ട് സംശയമില്ല. എന്തായാലും നല്ലൊരു അമ്മയാണ്, നല്ലൊരു ഭാര്യയാണ്. എന്നാലും കുറെ മാറ്റങ്ങൾ വന്നതിന് പ്രധാന കാരണം ആർച്ചയാണ്. ഞാനിപ്പോൾ എന്താണോ അതിൻ്റെ മെയിൻ റീസൺ ആർച്ച തന്നെയാണ്. ചോദിക്കുകയാണ്, ഭർത്താവ് എന്ന നിലയിലും കുഞ്ഞിന്റെ അച്ഛൻ എന്ന നിലയിലും എന്തൊക്കെയാണ് ആരോമലിനെ പറ്റിയുള്ള ആർച്ചയുടെ അഭിപ്രായം? ഞാനും ആരോമലും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ രണ്ടുപേരും പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. കേട്ടിരിക്കുന്നവർക്ക് ബോറിംഗ് ആയിരിക്കും, പക്ഷെ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഓർത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ആരോമൽ സംസാരിച്ചപ്പം പറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യം എന്നോട് പറയാൻ ഓർമ്മിപ്പിച്ചു. എൻ്റെ പ്രസവത്തിന് ശേഷം ഞാൻ വീട്ടിലാണ്. അപ്പം അച്ഛനും അമ്മയാണ് എന്നെക്കാൾ കൂടുതൽ ലക്കിയെ നോക്കുന്നത്. ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഈ അവസരത്തിൽ പറയാൻ വിട്ടുപോയാൽ പിന്നെ നമുക്കൊരു വിഷമമായിരിക്കും. അപ്പം അത് പറയാൻ ആരോമൽ ഓർമ്മിപ്പിച്ചു. ഇതാണ് നമ്മുടെ സുഹൃത്തും ഫോട്ടോഗ്രാഫറുമായ ഷാഫി പുനലൂർ. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ അനിയനാണ് സുനിൽകുമാർ. പുനലൂർ ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപകനാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലും ബന്ധുക്കൾക്കിടയിലും ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മകളാണ് അവന്തിക ആർദ്ര ആകാശ്. ഞങ്ങൾ കുഞ്ഞാറ്റി എന്ന് വിളിക്കും. ഇവിടെ വന്ന് ആശംസ അറിയിക്കാനുള്ള ഒരു അവസരമാണ്. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ അവരുടെ ഇത് അഡ്വക്കേറ്റ് രാഹുൽ, അഡ്വക്കേറ്റ് അമ്മയുടെ കൂടെ പഠിച്ചതാണ്. രാഹുലിൻ്റെ അച്ഛൻ അനിയനാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് വന്നു. രഹന ഭാഗത്ത് ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ഫാമിലി ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സീനിയറായിരുന്ന അഡ്വക്കേറ്റ് അതുല്യ, എൻ്റെ അതിലേച്ചിയുടെ ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ദീപു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇരിക്കുന്നതെല്ലാം എൻ്റെ കസിൻസും ഇങ്ങനെ ഓരോരുത്തരുടെ ഫേസ് ക്ലിയറായിട്ട് വീട്ടിൽ വരാത്തതുകൊണ്ടാണ് പേരൊന്നും എടുത്ത് പറയാത്ത. എല്ലാ എൻ്റെ റിലേറ്റീവ്സും അടുത്ത ആളുകളുമാണ്. ഇതൊക്കെ ആരോമലിൻ്റെ റിലേറ്റീവ്സാണ്. ആരോമലിൻ്റെ വീടിന് അടുത്താണ് എല്ലാവരും ഉള്ളത്, ആൻറ്റിയും മോളും ഒക്കെ. ഇത് ആരോമലിൻ്റെ കൊച്ചച്ഛൻ്റെ വൈഫാണ്. ഇത് ആരോമലിൻ്റെ മാമിയുടെ ഫാമിലിയാണ്. അതായത് ഇളയ മാമൻ കല്യാണം കഴിച്ചിരിക്കുന്ന അരുണാചൽ പ്രദേശിൽ നിന്നാണ്. അപ്പോൾ അവിടുത്തെ ഫാമിലി മെമ്പേഴ്സാണ് അതൊക്കെ. ഇതാണ് നമ്മുടെ ഫാമിലി. ഇത് ആരോമലിൻ്റെ മൂത്ത മാമനും ഫാമിലിയാണ്. മാമൻ കൊട്ടാരക്കര ബോയ്സിലെ പ്രിൻസിപ്പാളാണ്, മാമി അധ്യാപികയാണ്.
ഇനി നമ്മൾ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ഫുഡായിരുന്നു, ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതെൻ്റെ സുഹൃത്താണ് അപർണ. അപർണയുടെ ഹസ്ബൻഡാണ് ഷാഫിയാണ്, ഫോട്ടോഗ്രാഫർ. ചിക്കനും മട്ടനും ഫിഷും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നല്ലൊരു ബഫറ്റ് തന്നെയായിരുന്നു. ഡെസേർട്ട്സും ഒക്കെ നല്ലതായിരുന്നു. നമുക്കെല്ലാവർക്കും ഫുഡൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇത് എൻ്റെ അപ്പച്ചിയുടെ മകളുടെ മകനാണ്. ഇത് ആരോമലിൻ്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ഒക്കെയാണ്. ഇവരൊക്കെ ആരോമലിൻ്റെ ബാച്ച്മേറ്റ്സ് ആണ്, ഡെന്റിസ്റ്റുമാരാണ്. ഇത് ആരോമലിൻ്റെ ഇളയ മാമനും ഫാമിലിയാണ്. ഇത് എൻ്റെ അപ്പച്ചിയും ഫാമിലിയാണ്, അതിൽ കുഞ്ഞമ്മയുണ്ട്. ഇത് എൻ്റെ ആരോമലിൻ്റെ ഫ്രണ്ട്സാണ്. ഇതെല്ലാം ഫാമിലി മെമ്പേഴ്സാണ്. ഇതാണ് എൻ്റെ സിസ്റ്റർ ആർദ്ര. കുഞ്ഞാർച്ച എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ പല ഫാമിലി മെമ്പേഴ്സിനും പല ആവശ്യങ്ങളായിട്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. അവരെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഫംഗ്ഷനിൽ പങ്കെടുത്ത് ലക്കിക്ക് ആശംസകൾ അറിയിച്ച എല്ലാവർക്കും വീട്ടിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.